ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഒരു വലിയ യാത്രയ്ക്ക് ശേഷം നമ്മൾ എത്തിയിരിക്കുകയാണ് ഫസ്റ്റ് മോട്ടേഴ്സ്. അല്ല, ഇതല്ല ഫസ്റ്റ് മോട്ടേഴ്സ്, അവിടെയാണ് ഫസ്റ്റ് മോട്ടേഴ്സ്. സോ നമ്മളുടെ യാസർ ആൻഡ് നൊമാഡിയന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. മരിപ്പ് വരും. എന്നിട്ട് നമ്മൾ നേരെ നല്ല കിട്ടില്ല ലോലിപോപ്പ്, നല്ല ചോക്ലേറ്റ്, ഇങ്ങനെ പല പല കളർ ചോക്ലേറ്റ് കിടക്കണ പോലത്തെ കാർസ് നമുക്കിങ്ങനെ കാണാം. ഗൈസ്, ഇപ്പോൾ കിട്ടിയ വാർത്ത, നമ്മൾ പീപ്പിൾ ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞത് ഈ കടയും നമ്മൾ ഉടനെ തന്നെ അതെ വന്നിരിക്കും. 1000 കാർ, എത്ര 1000 കാറുകൾ, അത് കസ്റ്റമൈസ്ഡ്, പ്രീമിയം കസ്റ്റമൈസ്ഡ് കാറുകൾ, വേറെ ലെവൽ. ഇവന്മാരെ വിടറേ 8 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട്. ഓ, അവിടെ ഒരു GT3 RS അവിടെ ഒന്ന് കിടക്കണം, പോർഷേര്. ഇതേത് ബ്രാൻഡേ? നിയോ ഹബ്ബാ. ഇങ്ങനെയും വണ്ടിയാണ് ഇത്. ചൈന ബ്രാൻഡാണെന്ന് കേട്ടാ. നിയോ ഹബ്ബ് കൊള്ളാം, നല്ല രസമുണ്ട്. രസമുണ്ട് കേട്ടാ. ആ സൺസെറ്റ് കണ്ടോ, സൺസെറ്റ്. ദിസ് ഈസ് ദി അറേബ്യൻ സൺസെറ്റ്. മക്കളെ എത്തി, മക്കളെ, വി ആർ ഹിയർ. ഫസ്റ്റ് മോട്ടേഴ്സ്. എൻ്റെ മോനെ, വണ്ടികൾ നമുക്ക് പതുക്കെ കാണാം. ഓ ഡേ, മറ്റത് പുതിയ ലേറ്റസ്റ്റ് 7 സീരീസ് കിടക്കുന്നു കണ്ടോ ഗൈസ്. വണ്ടി കണ്ടോ എൻ്റെ മോനെ, വണ്ടി കിടക്കുന്ന സാധനം കണ്ടോ. എൻ്റെ അമ്മോ, ഫെറാറികൾ നിര. എൻ്റെ മോനെ, ഓ ഇത് പൊളിക്കും. ഇത് നമുക്ക് അകത്ത് കയറി കാണാം ഗൈസ്. ലെറ്റ്സ് ഗോ ഇൻസൈഡ്. എൻ്റെ അമ്മ അതിൽ തന്നെ കിടക്കണുണ്ടോ ആസ്റ്റിൻ മാർട്ടിൻ്റെ. ഇതിൻ്റെ പേര് നിനക്കറിയോ? പണ്ട് മറ്റേ ഓവർ ഡ്രൈവും ടോപ്പ് ഗിയർ ഒക്കെ വായിച്ചു. ബുഗാട്ടി 2 ബോഡിയാണ്, രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് ബോൾട്ട് ഇട്ടിട്ടാണ് ഇവർ ചേസി ബെൻഡ് ആക്കുന്നത്. ഒറ്റ ചേസി അല്ല, 2 ചേസിയാണ്. 2 ചേസി കൊണ്ടുവന്നിട്ട് സ്ക്രൂ വെച്ചിട്ടാണ് കിടക്കണ ഐറ്റം ബുഗാട്ടി. ഓക്കെ, ബാക്ക് വേറെ ഫ്രണ്ട് വേറെ. ഇങ്ങനെയൊക്കെ ഇതൊക്കെ മാനിഫെസ്റ്റ് ചെയ്താൽ നടക്കൂ. ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നിസ്സാരം ഫെറാറികൾ മാത്രം. ഇവിടെ ഉണ്ട് കേട്ടോ സ്കാൻ ചെയ്യുന്ന പരിപാടി. 918 സ്പൈഡർ, പോർഷെ, കളിപ്പാട്ട്. ഇത് ഓൾഡർ ചെയ്തോ, സെക്സി മാൻ, സെക്സി. 218 സ്പൈഡറിന്റെ മറ്റേതാണോ, ലിമിറ്റഡ് എഡിഷൻ ആണ്. പച്ച കളർ അടിപൊളി വണ്ടി. ഇതൊന്നല്ലേ ഇത്, പക്ഷേ എംബ്ലം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ സ്റ്റിക്കർ ആക്കിയതാണ്. ഇത് മൊത്തം കാർബൺ ഫൈബറാണ് ഈ വണ്ടി. ഇത് വിറ്റ് പോയെന്നാണ് എഴുതിയിരിക്കുന്നത്. സോൾഡ് ആർക്കാണോ എന്തോ മേടിച്ചത്. ഇതും ഉണ്ടോ? ഇത് അടുത്തത് ഗെയിമിൽ കണ്ടിട്ടേ മോനെ. നിങ്ങൾക്ക് താണ്ട് ഇവിടെ വന്നിരുന്ന് കാപ്പിയൊക്കെ കുടിച്ച് ഈ കാറൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാം. നല്ല രസമുണ്ടോ, നല്ല രസമുള്ള പരിപാടി. ഈ വണ്ടി മരണ വണ്ടി കേട്ടോ, ഒരു സെക്സി സാധനം. ഇവിടെ വരുമ്പോൾ നമുക്ക് മെക്ലാരൻ എല്ലാത്തിനും സ്കാൻ കൊടുത്തിട്ടുണ്ട്. ഈ വഴി സ്കാൻ ചെയ്താൽ ഈ ഒരു വഴി സ്കാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് മൊത്തം കിട്ടും വിത്ത് പ്രൈസ്. എൻ്റെ പൊന്നോ, അതേത് മെക്ലാരൻ P1 GTR. മോനെ, അത് ഇതാണ് ഫിൽറ്ററാണത്, എയർ ഫിൽറ്ററാണ് കാണുന്നത് കണ്ടോ. ഇതേ സാധനമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒരു വണ്ടിയുടെ അത് എടാ, ഇത് ഒരു അറ്റത്തുനിന്ന് തുടങ്ങിയാൽ പോലും ഇത് കണ്ടു തീർക്കുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല കേട്ടോ. എൻ്റെ അമ്മോ, ഫ്രെയിം നോക്കിയാണ്. ഫോർഡ് GT ആണ് ഈ കിടക്കണത്. കിട്ടില്ല കളറ്, നൈസ് കളറ്. ഇതും ഫോർഡ് GT തന്നെ.
അതൊക്കെ മറ്റേ ഈ സാധനം ഉണ്ടല്ലോ ലാമെറിലൊക്കെ മറ്റേ ഭരിക്കണ വണ്ടികളാണ് അതൊക്കെ. ഫോർഡ് ബി ഫെറാറിയൊക്കെ കണ്ടവർക്ക് അറിയാം. ഇതാ നിന്റെ വണ്ടികൾ ഞാൻ പാർക്ക് ചെയ്തു അവിടെ കൊണ്ടായിട്ട്. ആ ശരിയാണല്ലേ. ഓ ഇതുണ്ടോ ഡ്രീം കാർ മഞ്ഞേ, ഇത് രസമാണ് അത്. ഈ ബ്ലോഗിലിടും സെയിം കളർ. ശരിയാണല്ലേ, ഒരമ്മ പെറ്റ പോലെ ഉണ്ട്. ഞാൻ വണ്ടി അവിടെ കൊണ്ടു പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ യെസ് യാ മാൻ വാട്ട് ഇസ് ദിസ്? എടാ അതേ ഇതാണല്ലേ. ഇതെത്ര 1.2 മില്യനാ അത്ര? അവിടുന്ന് സംസാരിച്ചാണോ സാറ് വന്നത്? അവിടുന്ന് സംസാരിച്ചാ വന്ന് ആ മൈക്ക് വിട്ടിരിക്കുവായിരുന്നു. ഞാൻ ഇവിടുന്ന് കലവല പറയുന്നുണ്ടായിരുന്നു. ഓ നോ, മുഞ്ചിയിലല്ല. വാട്ട് ഈസ് ദിസ് ബ്രോ? ഇനിയിപ്പോൾ കുഴപ്പമില്ല. ഓ ഇതാണ് സാക്ഷാൽ പോൾ വാക്കർ ഇരുന്ന GTR. നെഞ്ച് R35-ന്റെ ബ്രേക്ക്. R35-ന്റെ ഓ അടിപൊളി. ഇതെന്താ പൊങ്ങിയിരിക്കണം കുറച്ച്? എങ്ങനെ പൊങ്ങിയിരിക്കുന്നത്? ഇല്ലല്ലേ, എനിക്ക് തോന്നണായിരിക്കും അല്ലേ. ഓ മാൻ, ഇതേത് ടൊയോട്ടേരാ? ഇത് പഴയ സുപ്ര, പഴയ സുപ്ര MK4. ഭയങ്കര റയറാണ്. പിന്നെ ഈ ഇത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണോ? ആ ശരിയാ ശരി. അമേരിക്കൻ സ്പെക്ക് ആയിരിക്കും. അമേരിക്കൻ സ്പെക്ക് ടീ ടോപ്പ് ഇസ് വെരി റയർ. നമ്മൾ ഫ്രണ്ടിൽ എടുത്തിട്ടുണ്ടോ ഈ സെയിം സാധനമോ? മലയാളി സള്ളേ ഫെറാറിയുടെ SUV അല്ലേ ഇത്? ആ തന്നെ. ഇത് ആരും എടുത്ത് മേടിച്ചില്ല. ഇപ്പം എടുത്ത് മേടിച്ചാ അവരാരും മേടിച്ചല്ല. ഒരു പിടിയില്ല. എന്തിനാണെങ്കിലും കൊള്ളാം. ഈ ഫെറാറിയുടെ റെഡ് ഉണ്ടല്ലോ, അതൊരു റെഡ് തന്നെയാണ്. ഞാൻ അവിടെ പോയി മൊത്തം എൻ്റെ കുളമായി. ബൈക്ക് വിട്ടിരിക്കുവായിരുന്നു. ഇത് ഉറൂസ്, നല്ല പച്ച കളർ കേട്ടോ, നല്ല രസമുണ്ട്. മെറ്റാലിക് ഗ്രീൻ, പിസ്ത ഗ്രീൻ. ഓഫ് ഈ ചുമപ്പുണ്ടല്ലോ. ഓ പിന്നെ ഇതാ ഇവിടെ മൊത്തം ലെംബോർഗിനി ഹൊറിക്കാൻ തന്നെ എന്നാണ് മൊത്തം. നിങ്ങൾ ലെംബോ കണ്ടിട്ടുണ്ടോ? ഏതാണ്ട് അവൻറ്റഡോർ. ഇത് അവൻറ്റഡോർ തന്നെ ഉറപ്പാ. മോനെ എന്തുവാടാ ഇത്? ഓ ഇത് അവൻറ്റഡോറാണെന്ന് തോന്നുന്നു, മറ്റേ ലിമിറ്റഡ് എഡിഷൻ ബ്ലാക്ക്. ഓ മറ്റേതാ എന്ത് രസമൂടെ ഇത്. ഓഫ് എടാ ഇത് ഞാൻ എവിടെയൊക്കെ നോക്കും. റോൾസ് റോയ്സിൻ്റെ മറ്റേ ഇത് SUV കുളിരനെ അങ്ങനെ എന്തിനാണ് എൻ്റെ പേര്. ഓ ഇതെൻ്റെ അടുത്തതാണ്. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മൾ തല കറങ്ങി ചിലപ്പോൾ വീഴും. കാർ പ്രാന്തന്മാർക്ക് സെയിം കാറാടെ എല്ലാം. എമ്മാരെന്നില്ല ബൾക്കിന് ലംബോർഗിനി നിന്ന് മേടിച്ച് ഇവിടെ മറിച്ച് വയ്ക്കുമോ? ഒരു പിടിയുമില്ല. എന്തിനാണെങ്കിലും കൊള്ളാം. എനിക്ക് പച്ച ഇഷ്ടപ്പെട്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ വണ്ടിയുടെ ഇത് വാങ്ങിയിട്ട് സെക്യൂരിറ്റി ചെയ്യുന്നത്. അതാണോ നല്ല മൈൻഡ്. അതെന്ന് വെച്ചാൽ ഇപ്പം ആപ്പിൾ ഈ കളർ ഇറക്കിയിട്ട് അത് ഇപ്പം അലിഞ്ഞു പോകാൻ തുടങ്ങിയല്ലോ. എന്തോ കളർ ഫെയ്ഡ് ചെയ്ത് തുടങ്ങി. അലിഞ്ഞു പോകാൻ തുടങ്ങി. അവൻ ഓറഞ്ച് ഇല്ല ഔട്ട്. ഏതാ ഇതല്ലേ അവൻ്റെ GT അല്ലേ? ഓൺലി 1.2 മില്യൺ ഗൈസ്. അതിന് 1.2 അല്ലൂ നിസാരം. ഈ ഓറഞ്ച് ഇതേത് വണ്ടി? ഇതാണ് പുതിയ ലംബോർഗിനി, ഏറ്റവും ലേറ്റസ്റ്റാ? ആ ഓറഞ്ച് എന്ത് രസോടെ. ഇവിടെ എന്തൊരു ഒരു കളിപ്പാട്ട ഓറഞ്ച് അല്ലേ. ഊഫ് പണ്ട് ഈ കളറിൽ താറാവ് മിഠായി ഉണ്ടായിരുന്നു. അകത്തിരിക്കണതാ. ഇത് രക്ഷയില്ല കേട്ടോ, കിട്ടിയില്ല. ഓ എന്ത് രസം നോക്കിയാണ്. സോ ഗുഡ് മാൻ. ഇത് ഗ്ലോസി അല്ല, അത് മാറ്റ് ഗ്രീൻ. ഇത് ഗ്ലോസി ഓറഞ്ച്. പിന്നെ ബാക്കിൽ ഒയ്യോ ബ്രാബസിൻ്റെ G വാഗൺ. ബ്രാബസിൻ്റെ 1 2 3. ഓഫ് സെക്സി കേട്ടോ. എല്ലാം ലംബോർഗിനി പോർഷെ എല്ലാം ഇങ്ങനെ നിരത്തിയിട്ടേക്കണം. ആ നടുക്ക് മൊത്തം പോർഷെ, ഇവിടെ മൊത്തം ലെംബോ. ഇതെന്തോന്നാടേ മറച്ചിട്ടേക്കണ? ഇതെന്തോ കൂടിയ സാധനം ഉണ്ടോ? ബാറ്റ്മാൻ യൂസ് ചെയ്ത വല്ല കാറും ആയിരിക്കും. ഇത് മറ്റൊരു ഫെറാറി. ഏതാ? പോർഷെ. ദോശയല്ല പോർഷെ. ഞാനിന്ന് ചെക്ക് കൊടുക്കാൻ പോവാണ്. ഏതാ ബെന്റ്ലി ആണോ?
അപ്പത്തിനോടുണ്ടാവോ വിറ്റോ അതെനിക്കറിയില്ല. ഇത്ര വണ്ടികളുണ്ടായി കഴിഞ്ഞാൽ കച്ചവടം നടക്കുമായിരിക്കും. എന്തുവാണോ ഇത്? ഇതിപ്പോൾ ഇന്ന് എടുത്താണെന്ന് തോന്നി മഞ്ഞ ഫെറാറി. ആരോ മേടിച്ചെന്ന് തോന്നാം കേട്ടോ ഇത്. ഓഫ് മാൻ, ബ്ലാക്ക് ഫെറാറി സ്റ്റാലോൺ. ഓ ഇതാണ് അകം കേട്ടോ ഫെറാറിയിലെ. ഓ മാൻ, ഓ മാൻ, ഓ മാൻ, ഓ മാൻ, ബ്യൂട്ടിഫുൾ മാൻ, വാട്ട് എ ബ്യൂട്ടി മാൻ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഓഫ് ദി ഇന്ത്യ, ആഫ്രിക്ക, അമേരിക്ക. രസം നോക്കിയാൽ ഫുൾ കാർബൺ ഫൈബറും. ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയെന്നേ കൊള്ളാമെന്നാ. ഗിഫ്റ്റല്ലേ? എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട്. ഓ നടുക്ക് കാർബൺ ഫോർജ്ഡ്, കാർബൺ ഫൈബറല്ല ഇത് ഫോർജ്ഡാണ് കേട്ടോ, കാർബൺ ഫോർജ്ഡാണിത്. തറവാടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലടേ. ഓ ഇത് മൻസൂരി എന്ന് പറയുന്ന ആൾക്കാരുടെ ഇതാണ്. ഈ നമ്മുടെ ബ്രാബസ് പോലെ മൻസൂരി എന്ന് പറയുന്ന ഒരു ഈ കിറ്റൊക്കെ കയറ്റണവന്മാരുണ്ട്. അവന്മാർ സെറ്റ് ചെയ്ത ഫെറാറിയാണ്, മൻസൂരിയാണത്. മൻസൂരി സ്റ്റാലോൺ. എന്താടാ ഇതൊക്കെ? ഇവിടെ വന്നാൽ തല ഇറങ്ങൂടാ. ഇവിടെ ഒരു വേദന സത്യം. ഇതെന്ത് ഇതൊക്കെ ഇത് ഫെറാറി എന്താ? ഫെറാറി ഒരു പിടിയില്ലല്ലോ. ഇതെന്താ ഫെറാറി? ഇതിന്റെ പേരെന്താ? ഇതേതാ ഇതിന്റെ പേരെന്താ ബ്രോ? ഹൈബ്രിഡ് അത് ആണോ? ആ മറ്റേ SUV ടൈപ്പ്. അതിന്റെ ഒരു ഫൺ ഫാക്ട് പറയാം. ഫഹദ് ഫാസിൽ നാട്ടു വാങ്ങിച്ചത് 13 ക്രോസിന്. ഇവിടെ ആ പൈസക്ക് കുറുസാങ് കിട്ടും, ജി വാഗൺ കിട്ടും, പിന്നെ ഒരു എക്സ്ട്രാ വേറൊരു വണ്ടി കിട്ടും. ആ പൈസക്ക് ടാക്സ് ആയിരിക്കും. 70% ടാക്സ്. ബ്രോ ഈ കാർ ഏതാ? പേരെന്താ? ഏതാ? 12 സിലിണ്ടറി എന്നാണ് എൻ്റെ പേര്. ഈ 3 സെയിം വണ്ടിയല്ലേ? 12 സിലിണ്ടറി. ഫോർഡ് വി ഫെറാറിയിലെ ഇതാണ് എൻസോ ഫെറാറി, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ഇയാളാണ് ദി ഓണർ ഓഫ് ദ ഫെറാറി. ഈ വണ്ടിന്റെ ഒന്ന് ഗസ് ചെയ്താൽ മതി. ഒരു ക്ലൂ വരാം. ഇത് ബുഗാട്ടിന്റെ ഡിവോ എന്ന് പറയുന്ന മോഡലാണ്. വെറും 40 പീസ ലോകത്തുള്ള ഒരു പ്രൈസ്. അയ്യോ അങ്ങനെല്ലാം പറഞ്ഞാൽ ഞാൻ റേറ്റ് മാറ്റാം. 20 മില്യൺ. ഞാൻ 5 മില്യൺ. 14 മില്യൺ. നീ എന്താ കേസ് എത്ര? 11.5 മില്യൺ. 30 മില്യൺ. ഓ മൈ ഗോഡ്. 30 ഡീവോ എന്നാണ്. ഓ ഇതാണ് ഭയങ്കര റെയർ സാധനം. ഓ ഓക്കെ 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 രക്ഷയില്ലട്ടാ. യാ F40. ഇതാണ് നമ്മളെ പടത്തിൽ കാണിച്ചു തന്ന വണ്ടി ഗൈസ്, ഫെറാറിയുടെ. ഓ എന്ത് രസമല്ലേ. ബാക്കിലൊക്കെ ട്രാൻസ്പാരൻറ്റ് എൻജിൻ കാണിക്കാനായിട്ട്. KTM കാറൊക്കെ ഉണ്ടോ? അത് ഏത് മറ്റേ ഡ്യൂക്കിൻ്റെ KTM? ഡ്യൂക്ക് ആ സാധനം തന്നെ. പക്ഷേ അകത്ത് ഓഡിന്റെ R6ന്റെ എന്താ എഞ്ചിനാ? ഓഡി R6ന്റെ എൻജിൻ. R6ന്റെ വണ്ടി ഉണ്ട്. ഈ ഒരു 4 SLS AMG ആണ്. ഓഫ് ഒളി. സൂക്ഷിച്ചും കണ്ടും വേണം ഈ വഴിയൊക്കെ നടക്കേണ്ടത്. വെല്ലോം എന്തെങ്കിലും പറ്റിയ ഇത് തന്നെ AMG GT ബ്ലാക്ക് സീരീസ്. അതാണ് ഇതും ബ്ലാക്ക് സീരീസ് തന്നെ. എല്ലാം ബ്ലാക്ക് സീരീസ് തന്നെ. ഇടയിൽ അതേത് LF ആണോ? അയ്യോ ലെക്സസിൻ്റെ LF. മോനെ ലെക്സസിനൊരു പുലി കാറുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ ഒരു വൺ ഓഫ് ദ ഡ്രീം കാറ്. ഇതാണ് ലെക്സസിൻ്റെ LF. ഇതിൻ്റെ ഈ ബ്ലാക്കും ഇതിൻ്റെ വൈറ്റ് ഉണ്ടടേ, സെക്സി എന്നൊക്കെ പറഞ്ഞാൽ. ഓ ഇതെൻ്റെ ഒരു ഡ്രീംസാണ്. ഇത് നിർത്തിയും തോന്നി. ഇനി ഇതിപ്പോൾ ഇറക്കാറില്ല. LF സീരീസ് ഇപ്പോൾ ഇറക്കാറില്ല. ഓ എന്താ രസം നോക്കിയേ. ഇഷ്ടം പോലെ വണ്ടിയുണ്ട്. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഇവിടെ വന്ന് ഇത് നോക്കാം കേട്ടോ. അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുത്തെ കഫേയിൽ വന്നിരുന്ന് കോഫി കുടിച്ചിട്ട് നിങ്ങൾക്കിതുപോലെ കറങ്ങി കാണാം. അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. വീഡിയോ എടുക്കണതിന് നിങ്ങൾക്ക് സ്പെഷ്യൽ പെർമിഷൻ വേണം. പക്ഷേ മാൻ LF മാൻ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന മറ്റേ നമ്മളെ എക്സോസ് ചെയ്തിരിക്കുന്ന മറ്റേ ബ്രാൻഡാണ്. നമ്മളെ സ്പീക്കറൊക്കെ ചെയ്യുന്ന ബ്രാൻഡില്ലേ? യോക്കോഹാമയാണോ? ഇവിടെ എക്സോസ്റ്റ് നോക്കണോ അതിൻ്റെ? ഓ എന്തുവാടാ ഇത്? മിനി കണ്ണു. പക്ഷെ ഇത് കിടിലം കാറ് കേട്ടോ. ഇത് എൻ്റെ വൺ ഓഫ് ദ ഡ്രീം കാറാണ് LF. ഇത് ഒറ്റ പ്രാവശ്യം നിർത്തിയില്ല. യമഹയാണ് സൗണ്ട് ഭയങ്കര രസം.
ഇറങ്ങിയപ്പോൾ ഫ്ലോപ്പ് ആയിരുന്നു. ഫ്ലോപ്പായിരുന്നു? ഒറ്റ വണ്ടിയിലേ ഇറക്കിയിട്ടുള്ളൂ? അങ്ങനല്ലേ? ഇല്ല, കുറച്ച് പീസ് ഇറക്കിയുള്ളൂ, പക്ഷെ ഇറങ്ങിയപ്പോൾ ഫ്ലോപ്പ് ആയിരുന്നു. ഓ, അങ്ങനെ അത് അധികം ആൾക്കാർ വാങ്ങിയില്ല. പക്ഷേ ഇത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലുണ്ട്. മറ്റോ അവളെ മടിയിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ വണ്ടി. ഭയങ്കര രസമായിട്ട് സൗണ്ട്. കിട്ടില്ല വണ്ടി. യമഹയാണ് സൗണ്ട് ഡിസൈൻ ചെയ്യുന്നത്. എക്സ്പോസ്റ്റ് ഉണ്ട്. പക്ഷെ എന്തൊരു ലുക്കടാ ഇത് എനിക്ക് മേടിക്കുന്നത്. സ്കാൻ ചെയ്യാൻ. എനിക്കും ആഗ്രഹമുണ്ട്. വണ്ടിയുടെ പ്രത്യേകത എന്താ പറയുക? മറ്റേ അതൊന്നും അല്ല, 40,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ എഞ്ചിൻ മാറ്റി നെഞ്ച് മാറ്റണം. അത് തന്നെ ആ മനസ്സിലാവും. ഇല്ല, നല്ല നോക്കി എടുത്തോളൂ. 2 ലക്ഷം കിലോ ഓടുന്നത് കാർബൺ ഫൈബറിൽ. ഈ പർപ്പിൾ ബുഗാട്ടി 1 of 1. ലോകത്തിലൊന്നേ ഉള്ളൂ. അത് കാണാനും ഉണ്ട്. ഈ വണ്ടി ആരെങ്കിലും ഇല്ല, അത് നമ്മളെ ഇരിക്കല്ലേ. അതെ, ഇത് 1 of 5, അത് 1 of ഇതിനും പെയിന്റ് അടിക്കാൻ പൈസ ഇല്ലാതെ മൊത്തം കാർബൺ ഫൈബറാ. Silver, grey. പോർഷെ MG1. ഇത് അത് ഓക്കെ. ഇത് 1 of 1. ഇത് 1 of 1 ആണ്. ഈ കളർ ഒന്നേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ ഗ്രേ അല്ലേ? അത് 25 കിലോമീറ്റർ, എത്ര 25,000 കിലോമീറ്റർ ആകുമ്പോൾ എഞ്ചിൻ മാറ്റി വെക്കണം. ഓ, എഞ്ചിൻ അതാണ് അതിന്റെ പ്രത്യേകത. ഫുൾ കാർബൺ ഫൈബറാ. എഞ്ചിൻ മാറ്റി ആലോചിക്ക്, എംബ്ലം പോലും അമ്മ സ്റ്റീൽ വെച്ചില്ല. പൈസ ഇല്ല. പഴയൊന്നല്ല, എംബ്ലടിക്കാനൊന്നും പൈസ ഇല്ല. സ്റ്റിക്കറിലൊക്കെ ഒതുക്കി. എംബ്ലം വേറെ കമ്പനി അടിച്ചു കൊടുത്തിരുന്ന അവിടെ ക്രെഡിറ്റ് ഒന്നും. പക്ഷെ എനിക്ക് അത് ഇഷ്ടമാണ്. 918 സ്പൈഡർ ചീപ്പ് ലുക്കിംഗ് ആയില്ല. അതല്ലേ തിളക്കം വെച്ച ശരിയായില്ല. തിളക്കം ഉണ്ടായിരുന്നു. അത് അവർ എഫക്റ്റിൽ ആഡ് ചെയ്തത്. എടാ ഇത് കണ്ടോ 918 സ്പൈഡർ? ഞാനൊരു പോർഷ് കറയാനൊക്കെ പ്രതീക്ഷിച്ചേട്ടാ. ഒന്നും ഇവിടെ വരക്കേണ്ട സാധനമേ. ആണോ? 20 കിലോമീറ്റർ 40 കിലോമീറ്റർ 40,000. ഇനി ഈ കാറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 കിലോമീറ്റർ 40,000 കിലോമീറ്റർ. ബുക്കാട്ടിയിലെ ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ 8 മിനിറ്റ് 300 സ്പീഡ് കൊണ്ടുപോകണമെങ്കിൽ അത്രേ ഉള്ളൂ. വളരെ കുറച്ച്. ഇത് 1 of 1 അല്ലേ? ഇത് വൻ സംഭവം തന്നെ കേട്ടാ. ലോകത്തിൽ ഒരെണ്ണം. ഗൈസ്, നിങ്ങൾ ലോകത്തിലെ ഏക ഒരു ബുഗാറ്റിക്കാരാണ് കണ്ടത്, ഷിറോൺ എന്ന് പറയണ വണ്ടി. ഓഫ്, ഇതൊന്നും തൊടാൻ പാടില്ല കേട്ടോ, കൈ വെട്ടുവന്മാര്. സൂപ്പർ സ്പോർട്സ് കണ്ടോ, ഇതാണ് എൻ്റെ പേര്. എൻ്റെ എന്തിട്ട് കൊടുക്കാത്ത ഗീവ് അവേ. ഒന്നും കൂടെ പറഞ്ഞു. ഇതുവരെ ആരും കൊടുക്കാത്ത ഗീവ് അവേ. അത് ഷസാമിന്റെ ബ്ലോഗിലൂടെ McLaren P1 GTR ഞാൻ ഗീവ് കൊടുക്കണം. എനിക്കില്ല. നിങ്ങൾക്ക് മാസം 60 ലക്ഷം രൂപയാണ് നിങ്ങളുടെ സാലറി. അപ്പം ഒരു വർഷം ആകുമ്പോഴത്തേക്ക് എത്ര? 60 × 12 നിസ്സാരം. 1 കോടി. 60 ലക്ഷം സാലറി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 20 ലക്ഷം മാറ്റി വെക്കണം. 40 ലക്ഷം മാത്രം ഞാൻ പറഞ്ഞതാണ്. അവന് വെറുതെ എരിയായിട്ടല്ലേ പാവം. ആലോചിച്ച് നോക്കി, 60 ലക്ഷം ഒരു മാസം. ഓ, അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ കിട്ടുന്നവരുണ്ട്. കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ എന്തായാലും മുക്കൊന്നും വിളിക്കട്ടെ. ഞങ്ങൾ പവർ ഗ്രൂപ്പ് ശബ്ദം ചെയ്യുന്നു. ഞങ്ങൾ വിത്തിൻ 20 years ഈ വണ്ടി വാങ്ങി. ഏത് ഒറ്റയ്ക്കൊക്കെ ശബ്ദം ചെയ്യാം. എനിക്ക് ഇപ്പോഴേ ഇവിടെ ഒരു വേദന വന്ന് തുടങ്ങി. ഒറ്റയ്ക്കൊക്കെ ശബ്ദം ചെയ്യാം. ഒറ്റക്ക് ഞാനില്ല, എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. ഇവിടെ വാടക കൊടുക്കണം എനിക്കറിയാം. 10 years നീ എന്ത് മേടിക്കും? 10 years ഞാൻ ഏതൊരു കാർ മേടിക്കും ഇവിടെ. ഏതാ ചൂണ്ടിക്കണ്ണീര് പുറത്തൊരു കാർ അവിടെ. നീയല്ലേ പറഞ്ഞു എനിക്ക് ഇത് മതിയെന്ന്. 13 മില്യൺ. 13 മില്യൺ വെറും 13 മില്യൺ. ഞാൻ അവിടെ ഒരു ബൈക്ക് എടുക്കും. ഏത് ബൈക്ക് എടുത്തു? നിങ്ങളുടെ ബൈക്ക് ഉണ്ട് അവിടെ? ബൈക്ക് ഉണ്ട്, BMW ഒക്കെ. ബൈക്ക് ഏതായാലും മതി, അത് വേണമെങ്കിൽ പറ്റടിക്കും. കാറൊക്കെ മില്യൻ്റെ കാറൊക്കെ ഞാൻ എങ്ങനെ എടുക്കും? നിസ്സാരടിയാ, നിന്നെ കൊണ്ട് പറ്റും. എന്ത് ഫ്രെയിമടാ, എന്ത് രസമാടാ നീ ആ കാറും കൂടെ കാണാൻ. അങ്ങനെ പറഞ്ഞ് കൊതിപ്പിക്കല്ലേ, കാറിനകത്ത് കയറിയിരിക്കും. ഗൈസ്, ഇത് റോഡ് ലീഗൽ വണ്ടി അല്ലാത്തതിനെ റോഡ് ലീഗൽ ആക്കിയതാണ് കേട്ടോ മെക്ലാരൻ P1 GTR. ഇത് സാധാ P1. നമ്മുടെ അജിത്തിൻ്റെ കയ്യിൽ ഈ P1 ആണോ, എനിക്ക് അജിത്തിൻ്റെ കയ്യിൽ ഒരു മെക്ലാരൻ ഉണ്ട്, അത് ഏതെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. നമ്മുടെ സിനിമ നട അജിത്തിൻ്റെ കയ്യിൽ. എന്താണെങ്കിലും ഉണ്ടല്ലോ, നല്ല ബ്യൂട്ടിഫുൾ കട, പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര രസമുണ്ടടെ. ഇവിടെ വരിക, കാപ്പി കുടിക്കുക, കാറ് കാണുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ച് കണ്ടന്റ് ഇട്ട് സെൻറ്ററിൽ ഇങ്ങനെ നട്ടെന്ന് കണ്ടന്റ്. എന്തിനു ചെയ്യാൻ
എന്തൊരു കണ്ടന്റ് നമ്മളൊക്കെ തന്നെയല്ലേ നടക്കണം അതിൻ്റെ ഇടയിൽ കൂടെ. എന്തൊരു ഞാൻ കണ്ണ് മടുത്തടാ, സങ്കടമായി. പക്ഷെ ഒരു നാൾ ഞാൻ വരും കേട്ടോ. ഞാൻ വന്ന LF എടുക്കും. 3 മില്യൺ എന്ന് പറഞ്ഞാൽ എന്താ 3 മില്യൺ ഇൻറ്റു 23 പാടാണ്. എന്തിനാണെങ്കിലും കൊള്ളാടെ. സൂപ്പർ വണ്ടി, നല്ല രസമാണ്. ജെംസ് മുട്ടായി ഇങ്ങനെ വെതറി ഇട്ടേക്കണ പോലെ ഉണ്ട് നോക്കിയാണ്. അതിൻ്റെ ഇടയിൽ ആ ക്നാപ്പന് കണ്ടാ ഇച്ചിരി രസമെന്ന് നോക്കിയാണ്. ജെംസ് മുട്ടായി ഇങ്ങനെ വാരി വെതറി ഇട്ടേക്കുക. അപ്പേർട്ട എന്ന് പറഞ്ഞാൽ അപ്പേർട്ട. ഇത് ലാ ഫെറാറി അപ്പേർട്ട, ഇത് സാധാ ലാ ഫെറാറി. കുത്തിയിടാൻ കാരണം എന്ന് വെച്ചാൽ അഥവാ ബാറ്ററി ഫെയിൽ ആയാലും 1 മില്യൺ ദിർഹംസ് അതിൻ്റെ ഇത് റീപ്ലേസിങ്. ഓ അതുകൊണ്ട് ഫുൾ ടൈം ഓ ബാറ്ററി ഓഫ് ആയി പോയാ അടിച്ചാൽ 1 മില്യൺ ദിർഹംസ്. ഇത് ഈ രണ്ടെണ്ണം ലാ ഫെറാറി. എനിക്ക് വെറും ഫെറാറി മതി. ഓ ബ്രോ കുറച്ച് നാൾ ഇവിടെ ഉണ്ട്. ഇവിടെ ആയി കുറച്ച് നാള്. ഞാൻ ഒരു കൊല്ലം ഇവിടെ നമ്മുടെ ഈ 2 പേരാണ് നമുക്കിത് സെറ്റ് ചെയ്ത് തന്നെ കേട്ടോ. താങ്ക് യു. പിന്നെ എല്ലാവർക്കും വന്ന് കാണാം. പക്ഷേ വീഡിയോ എടുക്കണമെങ്കിൽ പെർമിഷൻ വേണം. വീഡിയോ മീൻസ് ഇൻഫ്ലുവൻസർ ആണ് മാത്രം. അല്ലാതെ എപ്പോൾ വേണേലും വന്ന് കാണാം. ഷോറൂം അടയ്ക്കുന്നവരെ 9 മണിക്ക് അടയ്ക്കും. 9 മണിക്ക് അടയ്ക്കും. നമുക്ക് ഇങ്ങനെ വന്ന് ഇങ്ങനെ കാറൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പോവാം. എത്ര വേണേലും റീൽ എടുക്കാം. ഇൻഫ്ലുവൻസർ ആണെങ്കിൽ മാത്രം ഇവിടെ ഒരു പ്രൊസീജിയർ ഉണ്ട്. പേപ്പർ ഫില്ലൊക്കെ ചെയ്ത് കൊടുക്കണം. ഓക്കെ. അപ്പോൾ എന്തായാലും താങ്ക് യു. ഇനിയും കാണാം. ഏതാ ഇത് ഫാൻറ്റോ മൈലാളിരെ? ഓ ഇവിടെ സ്വർണ്ണ റോൾസ് റോയ്സ്. ഇത് വലിച്ചു കഴിഞ്ഞാൽ അപ്പം അകത്ത് കയറിപ്പോവും. അല്ല ഇത് ഗോൾഡാ ഉറപ്പായിരിക്കും. അത് വലിച്ചാലേ അപ്പം അകത്ത് കയറിപ്പോവും. എടാ വലിക്കല്ലേ, വലിച്ചാൽ അകത്ത് കയറിപ്പോവും. മറ്റേ ബഹളം ഉണ്ടാക്കും, സീനാവും, നിന്നെ ഡീപ്പോർട്ട് ചെയ്യും, എല്ലാം നടക്കും ഇവിടെ. എല്ലാം ഒരുമിച്ച് നടക്കും. എന്തൊരു അതിലേക്കുള്ള എങ്ങനെ ഉണ്ടായിരുന്നു വണ്ടികളൊക്കെ? നമുക്ക് കഴിക്കാം എന്തെങ്കിലും. അതെ. അപ്പോൾ അതാണ് ഗൈസ് ഫസ്റ്റ് മോട്ടേഴ്സ്. അപ്പോൾ നിങ്ങൾക്കും ഇവിടെ വന്ന് കാറുകളൊക്കെ കാണാം. അതൊന്നും യാതൊരു വിഷയമൊന്നുമില്ല. ഫോട്ടോസ് എടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ മാത്രം പെർമിഷൻ വേണ്ടി വരും. ഗൈസ് കിടിലം കാർ. ബ്രോ എന്താ ചെയ്യുന്നത് ബ്രോ? ഐ സെൽ ബർഗേഴ്സ്. എന്നാ ഈ കാർ മേടിക്കാം. ഓ മാൻ, oh my god guys, GTR guys, B60 അല്ല? അങ്ങനെ നമ്മൾ ഫസ്റ്റ് മോട്ടോഴ്സ് കഴിഞ്ഞ് എവിടെ BK ബേക്കറി പറഞ്ഞ കാര്യമില്ല. ബേക്കറി അതിന്റെ അർത്ഥം എന്താ? ടീമിനെ പുറത്താക്കും. അതിന്റെ ടീമിനൊന്നും പറഞ്ഞാൽ നീ നമ്മുടെ ടീമാടാ. നമ്മൾ ക്രൊസോണ്ട് കഴിക്കാൻ വന്നേടാ. എടാ അല്ല അണ്ണ ക്രൊസോണ്ട് കഴിക്കാൻ വന്നേ. ശരി, എൻ്റെ ഒരു ചോദ്യം. ക്രോയിസന്റ് ആരാണ് കണ്ടുപിടിച്ചത്? ഫ്രാൻസ്. എന്തായാലും ഞാനല്ല. അല്ല. അറബി, ഇന്ത്യ, ഉഗാണ്ട, കേരള, ആലഞ്ചേരി, പണ്ടറക്കോണം, അഞ്ചൽ. ഫ്രാൻസ് തന്നെയാണല്ലോ. അല്ല, യൂറോപ്യൻസ് ആണ് കണ്ടുപിടിച്ചത്. ഇറ്റലി. UK അല്ല. അല്ല. ഓസ്ട്രിയ. ഓസ്ട്രിയ 13th സെഞ്ചുറിയിലാണ് ഓസ്ട്രിയ കണ്ടുപിടിച്ചത്. ഇതെങ്ങനെ ഉണ്ടായെന്നറിയാം. മുട്ട ബോക്സിന്റെ ഷീറ്റില്ലേ, ആ ഷീറ്റ് ഇങ്ങനെ അത് ചെലടിക്കാൻ പറ്റുമോ? അല്ലേ മൊട്ടബോക്സിന്റെ ഷീറ്റ് അല്ലേ? അല്ല, ഇത് റബ്ബർ ഷീറ്റ്. ഇത് കണ്ട് പൈസ ഉണ്ടോ?
അത് നമ്മുടെ അല്ലേ കൈ സാധനങ്ങളൊക്കെ വന്നത്. ഇതാണ് മഹത്തായ സോർഡോ. അതെന്തിനാണ്? ചീസ്. നിനക്കെന്തോടാ? ഇത് ആൽമണ്ട് കോസം. ആൽമണ്ട്. ഇത്ര ആക്കാന്നുണ്ടായിരുന്നു പുള്ളി. എടാ നിനക്കെന്ത് ഇതുവരെ കഴിച്ചോ? അതാണ് മോനെ ബെസ്റ്റ് സാധനം. ഞാൻ ഇതൊക്കെ ബട്ടറിന്റെ മണം നോക്കും. കഞ്ഞളിയാ കൊള്ളാൻ തോന്നാ. വനസ്പതിയുടെ പടം വരും. ഇതാണ് ജെൻ ആൽഫേര. ഇതാ നീ നോക്കിയാണ്. ഇതാണ് ജെൻ ആൽഫേര. നീ സ്നാപ്പിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതെന്താ നീ അതൊക്കെ പറഞ്ഞു കൊടുക്കണ? ഞാൻ തുടങ്ങി. ഇതെല്ലാം വെച്ചിട്ട് ഫോട്ടോ എടുക്കുമായിരുന്നു. ഞാൻ ഇവിടെ പിച്ച് വെച്ചത് സാധനം ഇവിടെ പോയി. ഞാൻ കഴിച്ചിട്ടായിരുന്നു. കണ്ടപ്പോൾ നല്ലൊരു ഒതുങ്ങിയ പീസ് ഞാൻ എടുത്തു. ഇഷ്ടമല്ല സാധനം. ഇതിന്റെ തലയിൽ എത്ര ഉണ്ട് ക്രോസോ? എന്തൊരു ക്രോസ് എന്നോട് വെച്ചേരെ. പിന്നെന്താ ഏത് വണ്ടി അതിലൂടെ പോയത്? അഭിനയ പകുതി ഒന്നുമില്ല. നല്ല ടേസ്റ്റ്. നല്ല ബട്ടർ, ട്രെയിൻ മൈദാമല്ലേ. നല്ല ക്രഞ്ച് സൗണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു കുറിക്കൊന്നും വേണ്ട, ഞാൻ തിന്നോളാം. നമ്മള് ഇതാണ് ആൽമണ്ട്. ഇതാണ് നല്ല ഇതിനകത്ത് ആൽമണ്ട് ഉണ്ട് ബ്രോ. ഇത് കഴി. ഇതിൽ ആൽമണ്ട് ഉണ്ട്. ഇല്ല, ഇതിനകത്ത് ആൽമണ്ട്. ഇത് നോക്ക്. ഇത് മതി, എനിക്ക് ആൽമണ്ട് വേണ്ട. അത് പൊട്ടായിരിക്കും. ആൽമണ്ട് ആ നല്ലല്ലേ, അടിപൊളി. ഉപ്പ എവിടെയാണ് ആൽമണ്ട് വെച്ചത്? ഇതാണ് ആൽമണ്ട്. ആൽമണ്ട് തന്നെയാണ്. ആൽമണ്ട് ക്രോസോ. അടിച്ചോ പഴയ നിങ്ങളെ തീറ്റിപ്പിക്കുന്നു. ഇത് കഴിച്ചു നോക്കിയാ അല്ലേ, ചെറിയൊരു സോൾട്ട് ടച്ച് വന്ന അടിപൊളിയല്ലേ? അടിപൊളി. എന്തിനാണ്